ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രവാചകൻ സഞ്ചരിച്ച ബുറാക്ക് എന്ന വാഹനത്തെ നിങ്ങൾ ആരെങ്കിലും പിന്നീട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതാനും മണിക്കൂറത്തെ ഒരു യാത്രയ്ക്കു വേണ്ടി മാത്രം കഴുതയും കുതിരയുമല്ലാത്ത അടയാഭരണങ്ങൾ അണിഞ്ഞ ഒരു സുന്ദരിയായ പെണ്ണിന്റെ രൂപത്തിൽ ഒരു വാഹനത്തെ സൃഷ്ടിച്ച പടച്ചവൻ. ബുറാക്ക് എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ ചിത്രങ്ങൾ കിട്ടും. വെറുതെ ഉണ്ടാക്കിയ ഒരു ചിത്രമല്ല. ഒരുപാട് ഹദീസുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന രൂപസാദൃശ്യമുള്ള ഒരു ചിത്രം സൃഷ്ടിക്കുകയായിരുന്നു ചരിത്രകാരന്മാർ ചെയ്തത്. ഖുർആനിൽ പറഞ്ഞ ആ വാഹനം, ഹദീസുകൾ വിശദീകരിച്ച ആ വാഹനം ബുറാക്ക് എന്ന കഴുതയുടെയും കുതിരയുടെയും സങ്കര ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. അതിൻ്റെ പുറത്തിരുന്നാണ് മുഹമ്മദ് നബി സ്വർഗവും നരകവും ഒക്കെ കണ്ടെന്നും 7 ആകാശത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്തെന്നുമൊക്കെ വിശ്വസിക്കുന്നത്. ഇത് മിത്താണോ എന്നതാണ് ചോദ്യം. ശിവപുരാണത്തിലുള്ള ഗണപതിയുടെ വിശ്വാസം മിത്താണെങ്കിൽ പറയണം. ഇസ്ലാമിലുള്ള ഇത്തരം മിത്തുകളെ സംബന്ധിച്ച് സംസാരിക്കാൻ സ്പീക്കർ അവിടെ നിൽക്കട്ടെ, ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ? ഇസ്ലാമിന്റെ മതവികാരം, മുസ്ലിങ്ങളുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും. അതെങ്ങാനും വ്രണപ്പെട്ടാൽ അതിനെ പെയിന്റ് അടിക്കാൻ ആജീവനാന്ത കാലം അതിനെ വെളുപ്പിച്ച് നടക്കാനും മടിയില്ലാത്ത ജേർണലിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഒരിക്കൽ തട്ടമിട്ട നാറികൾ എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും അത് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകൾ. അതെ, ബുറാക്ക് എന്ന കുതിരപക്ഷിയെ ഇസ്ലാം മതവിശ്വാസികളായ ഒരാൾക്കും പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. മദ്രസ തലം മുതൽ തന്നെ നമ്മൾ ബുറാക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് എന്നുവരെ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചും തന്നിട്ടുണ്ട്. ആദ്യം ബുറാക്കാണ് ഉണ്ടായത്. പിന്നീട് ആ ബുറാക്കിനെ കണ്ടിട്ട് അതിൻ്റെ രൂപത്തിലാണ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഫ്ലൈറ്റ് എന്നൊക്കെയാണ് ഉസ്താദുമാർ പറഞ്ഞ് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത്. ഹിജ്റ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് AD 621 ഒരു റബീഉൽ അവ്വൽ 17-ാം ദിവസം രാത്രി മക്കയിൽ നിന്ന് ഈ കുതിരപക്ഷിയുടെ, കഴുതപക്ഷിയുടെ, ബുറാക്കിന്റെ പുറത്ത് 1200 കിലോമീറ്ററിലധികം സഞ്ചരിച്ച്, ഫിസിക്കൽ ബോഡി ആയിഷയുടെ കട്ടിലാണ് കേട്ടോ, ആത്മാവാണത്രേ സഞ്ചരിക്കുന്നത്. ഇത്രയും വിശ്വാസം നമുക്ക് പിന്നെ കൂടെ വിശ്വസിച്ചൂടെ? അങ്ങനെ 1200 മുതൽ 1500 വരെ കിലോമീറ്റർ സഞ്ചരിച്ച് ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയെന്നും അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്ത ശേഷമാണ് ജിബ്രീൽ മുഹമ്മദ് നബിയെ ഈ ബുറാക്കിന്റെ പുറത്തിരുത്തി 7 ആകാശങ്ങൾക്ക് ഇപ്പുറത്തുള്ള പടച്ചോന്റെ അടുത്തേക്ക് എത്തിച്ച് തിരിച്ചു മക്കയിൽ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നബിയുടെ സ്വർഗയാത്രയെ അടിസ്ഥാനമാക്കി അള്ളാഹു ഈ ബൈത്തുൽ മുഖദ്ദിസിനെ ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഇവര്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ യാത്രയിലാണ് പ്രവാചകന് നമസ്കാരം വരെ ലഭിക്കുന്നത്. പിന്നെ എവിടെ നമസ്കരിച്ചെന്നാ പറഞ്ഞേ? എങ്ങനെ നമസ്കരിച്ചെന്നാ പറഞ്ഞേ? ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 7 ആകാശത്തിനപ്പുറത്തേക്ക് പടച്ചവന്റെ സന്നിധിയിൽ എത്തിച്ച് പടച്ചവനുമായി സംസാരിച്ച് 50 നേരത്തെ നമസ്കാരം കിട്ടി. ജൂതപ്രവാചകനായ മൂസാ നബി ഇടയ്ക്ക് 4-ാം ആകാശത്ത് നിന്നിട്ട് മുഹമ്മദ് നബിയെ തിരിച്ച് പറഞ്ഞു വിട്ട് 9 തവണ പോയി. 5 വീതം കുറച്ചൊടുവിൽ 5 ആക്കി തിരിച്ചു കിട്ടി എന്ന് പറയപ്പെടുന്ന ഈ ചരിത്രം, ഈ കഥ തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ വിശ്വസിക്കൂ. ഈ ചരിത്ര കഥയിൽ, ഈ മിത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇന്ന് മുസ്ലിങ്ങൾ
മസ്ജിദുൽ അഖ്സ ദേവാലയത്തിനുമേലും ആ പ്രദേശത്തിനുമേലും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചതായി പറഞ്ഞുകൊണ്ട് എല്ലാവരും കഅബയെ നോക്കിയാണ് ആരാധിക്കേണ്ടത് എന്നും ഖുർആൻ പറഞ്ഞു വെച്ചു. കാരണം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമസ്കരിക്കാൻ ഫോക്കസ് ചെയ്യേണ്ടത്. 2-ാം അധ്യായത്തിലെ 142-ലും 144-ലും അത് തന്നെയാണ് പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ മരണശേഷം അധികാരത്തിൽ വന്ന അബൂബക്കറും ഉമറുമൊക്കെ ആ നിയമങ്ങളൊക്കെ മാറ്റി തിരുത്തുകയായിരുന്നു. 2-ാം ഖലീഫയായ ഉമർ AD 637 ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ആസ്ഥാനമായിരുന്ന ജെറുസലേം പിടിച്ചടക്കി. അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാം അല്ലാത്ത ആളുകളെ പിഴുതെറിയുകയാണ് ചെയ്തത്. ജെറുസലേം അറബികൾ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ആരുടേതായിരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇസ്രായേൽ പലസ്തീൻ തർക്കത്തിലെ ന്യായ അന്യായങ്ങൾ മനസ്സിലാക്കേണ്ടതും ജഡ്ജ് ചെയ്യേണ്ടതും. ബൈത്തുൽ മുഖദ്ദസ് എന്ന ആരാധനാലയം ജെറുസലേമിലാണുള്ളത്. മക്കളെ മതസേവനത്തിനു വേണ്ടി ആരാധനാലയങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ആചാരം അവിടെ നിലനിന്നിരുന്നു അക്കാലത്ത്. യേശുവിന്റെ മാതാവായ മറിയത്തിന്റെ മാതാപിതാക്കളായിരുന്ന ഇമ്രാനും അന്നയും അവരുടെ കുഞ്ഞിനെ ഈ ആരാധനാലയത്തിലേക്ക് സമർപ്പിക്കാം എന്ന് നേർച്ച പറഞ്ഞിരുന്നത്രേ. പക്ഷേ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയായി പോയി. പെൺമക്കളെ അവിടെ സമർപ്പിക്കുന്ന രീതി ഒന്നുണ്ടായിരുന്നില്ല. എങ്കിലും പ്രാർത്ഥന നിറവേറ്റുന്നതിന് വേണ്ടി മറിയം എന്ന് പേര് നൽകിയ ആ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോയിരിക്കുന്നത് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ആ വചനം ഞാൻ കാണിച്ചു തരാം. 3-ാം അധ്യായമായ ആലു ഇമ്രാൻ എന്ന അധ്യായത്തിലെ 33-ാമത്തെ വചനം ശ്രദ്ധിച്ചോ. ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. മുമ്പിൽ ഇനി വേറെ എന്തെങ്കിലും ആണെന്ന് ഇവർ പറഞ്ഞു കളയും. അതുകൊണ്ടാണ് അതും കൂടെ കാണിച്ചത് കേട്ടോ, ആവശ്യമില്ലാതിരുന്നിട്ട് പോലും. ശരി, 35 നോക്കിയോ. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എൻ്റെ രക്ഷിതാവേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞുവെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ. എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവനത്രേ. ആണ് പെണ്ണിനെ പോലെയല്ല. ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളുടെ, അതായത് മറിയമിന്റെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരികയും അവളുടെ സംരക്ഷണ ചുമതല അവൻ സക്കരിയായെ ഏൽപ്പിക്കുകയും ചെയ്തു. മിഹ്റാബിൽ, അതായത് പ്രാർത്ഥനാ വേദി, അവളുടെ അടുക്കൽ സക്കരിയ കടന്നു ചെല്ലുമ്പോഴെല്ലാം അവളുടെ അടുത്ത് എന്തെങ്കിലും ആഹാരം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, മറിയമേ, നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അവൾ മറുപടി പറഞ്ഞു, അത് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്നതാകുന്നു. തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു. ഈ മറിയമിന്റെ മാതാപിതാക്കൾ നേർച്ച നേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ട് പോലും അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറ് നിറവേറ്റുന്നതിന് വേണ്ടി മറിയം എന്ന പേര് നൽകി ബൈത്തുൽ മുഖദ്ദസിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് ഖുർആൻ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇക്കാരണത്താൽ ബൈത്തുൽ മുഖദ്ദസ് യഹൂദരുടെയും ജൂതരുടെയും കൂടിയായിരുന്നു എന്നതും വ്യക്തമാക്കുന്നുണ്ട്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം യഹൂദർക്കും ജൂതർക്കും യേശുമാതാവിന്റെ സ്പർശനമേറ്റതാണ് എന്ന കാരണത്താൽ ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടു എന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഈ ജെറുസലേമിനെ ആസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്ര രൂപീകരണമാണ് PLO. അതുപോലെ ഇസ്ലാമിക് ലിബറേഷൻ ഗ്രൂപ്പായ ഹമാസും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഷംസീർ പറഞ്ഞത് നമുക്കറിയാം, ഗണപതി മിത്താണ്, സമ്മതിക്കുന്നു.
ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അത്രയും ബൈത്തുൽ മുഖദ്ദസ് എന്ന ആരാധനാലയത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത് നബി നടത്തി എന്ന് പറയപ്പെടുന്ന ഈ ആകാശാരോഹണം, രാത്രി യാത്ര, രാപ്രയാണം, ഈ സ്വർഗയാത്ര, ഇത് മിത്താണോ? ബുറാക്കിന്റെ പുറത്തു കയറിയുള്ള യാത്ര, അതോ ഇത് യുക്തിഭദ്രമായ ഉന്നത വിദ്യാഭ്യാസവും നിലവാരവുമുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്നത്? ലോക പുരോഗതിക്കും സമാധാനത്തിനും തടസ്സമായി നിൽക്കുന്നതിൽ ഈ കുതിര പക്ഷി വഹിച്ച പങ്ക് ചെറുതല്ല. ആ പങ്കും ഗണപതിയുടെ മിത്തും, ഗണപതി മിത്താണെന്നല്ലേ പറഞ്ഞത്, ആ ഗണപതിയെയും ബുറാക്കിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് മനുഷ്യ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ടുള്ളത് ആരാണ് എന്നൊന്ന് ചോദിക്കണം. ഖുർആനിൽ പറയപ്പെടുന്ന ഈ കുതിരപക്ഷിയിലുള്ള വിശ്വാസം എല്ലാ മുസ്ലിങ്ങളും അനിഷേധ്യമായി വിശ്വസിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗണപതിയിലുള്ള വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം തടസ്സങ്ങൾ മാറുന്നു, മനുഷ്യന്റെ വിശ്വാസങ്ങൾ മാറുന്നു, അവർ പുരോഗമിക്കുന്നു. അന്ധവിശ്വാസങ്ങളിലും അബദ്ധങ്ങളിലും അങ്ങനെ തന്നെ മുറിഞ്ഞു വീഴണം എന്നവർക്ക് താല്പര്യമില്ല. അവർ ഉയർന്ന ചിന്താഗതിയിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നു. നന്ദി.